ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് US മാർക്കറ്റ് ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. ഡൗ ജോൺസ് ഏകദേശം 400 പോയിന്റ് പോസിറ്റീവ് ആണ്. നസ്ഡാക്കും 250 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. S&P 50 പോയിന്റ് പോസിറ്റീവ് ആണ്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗിഫ് നിഫ്റ്റി ഏകദേശം 73 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പിന് ഉള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോവാം. ഡേ ചാർട്ടിൽ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ കൃത്യമായിട്ട് ഫിബ് വെച്ചിട്ടുള്ള ഒരു അനലൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് നമുക്ക് ഈ ഒരു 22,909 23,118 അടുത്തൊരു ടാർഗറ്റ് കുറെ നാളുകൊണ്ടേ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ടാർഗറ്റിലോട്ട് ഇന്നലെ മാർക്കറ്റ് എത്തി. ഇതിന് ഇവിടെ ഒരു റിജക്ഷൻ ഉള്ള സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ്. മാർക്കറ്റ് ഈ ഒരു ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി നമുക്ക് പലവട്ടം ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. സോറി, ഈ ഒരു ഏരിയ ഈ ഒരു ട്രെൻഡ് ലൈന് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരു അപ്പ് മൂവ്മെന്റ് ഉണ്ടായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ മാർക്കറ്റിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിവേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഇന്നൊരു ഗ്യാപ്പ് അപ്പ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ലൈനിലോട്ട് മാർക്കറ്റ് എത്താനുള്ള സാധ്യതയുണ്ട്. ഇവിടെ രണ്ട് സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയകളാണുള്ളത്. ഒന്ന് ഈ ഫിബ് വെച്ചിട്ടുള്ള 50% മിറ്റിഗേഷന് മാർക്കറ്റ് കയറി വന്നിട്ടുള്ളതും, പിന്നെ വന്നിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനും. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് നമുക്ക് ഇന്നിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി, ഇന്നൊരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണം. ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഇതിന് മുകളിലൊരു ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ, ഏകദേശം മാർക്കറ്റ് ഇപ്പോൾ 22,907 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 23,118 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ ഒരു അപ് ട്രെൻഡ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ റിവേഴ്സിനുള്ള സാധ്യതയുള്ളൂ. നിലവിൽ മാർക്കറ്റ് ഇപ്പോഴും ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ ഇനിയിപ്പം ഒരു ഹൈ കിട്ടിയിട്ട് പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യണം. എവിടെയാണ്? ഇതിന്റെ മുകളിൽ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും പുതിയൊരു ഹയർ ഹൈ കിട്ടണം. ഈ ഹൈക്ക് മുകളിൽ ഒരു പുതിയൊരു ഹൈ കിട്ടിയാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സ് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. സെയിം ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് സെൻസെക്സിലും വരുന്നത്. സെൻസെക്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ലെവല് നിഫ്റ്റിയിൽ ഇന്നലെ അനലൈസ് ചെയ്ത പോലെ തന്നെയാണ് സെൻസെക്സിലും ഇതൊരു 50% തന്നെയാണ് ഇത് മാർക്ക് ചെയ്തിട്ടുള്ളത്. 75 674 76 364 മാർക്കറ്റ് എന്തായാലും ഇന്ന് ഈ ഒരു റേഞ്ചിൽ എത്താൻ സാധ്യതയുണ്ട്. നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ ട്രെൻഡ് ലൈനും ഈ ഒരു റെസിസ്റ്റൻസ് ലൈനും കൂടെ ഏകദേശം ഇന്ന് ടച്ച് ചെയ്യുന്ന ഒരു ദിവസം കൂടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി മുകളിലോട്ട്. എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു ആഴ്ച കഴിയുന്നതിന് മുന്നേ, വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ തന്നെ നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട്, ഈ ഒരു റെസിസ്റ്റൻസ് ലൈനും ബ്രേക്ക്ഔട്ട് കിട്ടിയാണ് മുകളിൽ ഈ ആഴ്ച ഒരു ക്ലോസിംഗ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലോട്ട് പോകുന്നെന്ന് കരുതാം. അല്ല, ഇവിടെ നമുക്കൊരു റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് 75 മിനിറ്റ്സിന്റെ നോക്കാം. ഓക്കെ, സെൻസെക്സിൽ അടുത്ത് മേജറായിട്ട് വരാൻ സാധ്യതയുള്ളത് 125 മിനിറ്റ്സിന്റെ സോണാണ്. ഏകദേശം ഈ ഒരു റേഞ്ചാണ്. അടുത്ത റെസിസ്റ്റൻസിന് 76 465 76 764. വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇവിടെ നിന്നൊരു റിജക്ഷൻ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഡേ ചാർട്ടിൽ പറഞ്ഞതുപോലെ അവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടി മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു റിജക്ഷൻ വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ട്രെൻഡ് ലൈനിൽ വരച്ചിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് 50% 52.618 നമുക്കൊരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. നിഫ്റ്റിയിലും നിഫ്റ്റിയിലും 125 മിനിറ്റ്സിന്റെ സോണ് വരുന്നത് ഈ ഒരു ഏരിയ ആണ്. 23,141 തൊട്ട് 23,236 വരയ്ക്കും.
അപ്പം നോക്കുക, ഇന്നത്തെ ദിവസം മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഒരു മൂവ്മെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിജക്ഷൻ, ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. നിഫ്റ്റിയിൽ ഇന്നലെ നമുക്ക് ആ CPRന്റെ തൊട്ട് മുകളിലാണ് മാർക്കറ്റ് തിരിച്ചു കയറി പോയിരിക്കുന്നത്. CPR വെർജിൻ CPR ആയിട്ട് തുടരുകയാണ്. ഇന്ന് മാർക്കറ്റ് സപ്പോസ് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് സ്ട്രോങ് സപ്പോർട്ട് നിഫ്റ്റിക്ക് കിട്ടും. അപ്പം ഇന്നലത്തെ ആ ഒരു വെർജിൻ CPR ഇങ്ങോട്ട് നീട്ടി വരച്ചേക്കുക. മാർക്കറ്റ് എപ്പോഴെങ്കിലും ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇതൊരു വൈഡ് CPR ആയതുകൊണ്ട് തന്നെ സ്ട്രോങ് സപ്പോർട്ട് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് പിന്നെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഇന്നലെ. കൺസോൾട്ടേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ലൈനിന് തൊട്ടടുത്താണ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ നടക്കുന്നത്. ഇന്നും മാർക്കറ്റ് അവിടെ ഒരു കൺസോൾട്ടേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അവിടെ നിന്ന് നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ടോ താഴോട്ടോ, ചിലപ്പം ഇന്ന് നാരോ CPR ആണ് നിഫ്റ്റിയിലുള്ളത്. എക്സ്പയറി കൂടിയാണിന്ന്. അപ്പം കൃത്യമായിട്ട് നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. ചെറിയ ലെവലുകളാണെല്ലാം 22,932, 22,932, 22,944 തൊട്ടടുത്ത് വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. 22,911. ഓക്കെ, ഇതിനുള്ളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ നോക്കുക, ഒന്നുകിൽ മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടണം, അല്ലെങ്കിൽ CPR താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടണം. CPR താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എടുക്കാം, മുകളിലോട്ടാണ് ബ്രേക്ക്ഔട്ട് കിട്ടുന്നതെങ്കിൽ മുകളിലോട്ട് എടുക്കാം. അല്ല, ഇതിന് ഇടയ്ക്കാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ, ഈ ഒരു റേഞ്ചിനുള്ളിൽ ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും 23,017, 23,035 ഒരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് നോക്കുക ഈ ഒരു റേഞ്ചിൽ. ആ സമയത്തുള്ള ഓപ്പൺ ഇൻട്രസ്റ്റോടെ നോക്കുക, മറ്റ് പ്രൈസ് ആക്ഷൻ നോക്കുക. ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം ഇവിടെ നിന്നൊരു ഡൗൺ ട്രെൻഡിന് സാധ്യത വളരെ കൂടുതലാണ്. 23,017, 23,035 റേഞ്ച് വരുന്നത്. ഇത് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം തൊട്ട് മുകളിൽ 23,078, 23,096. താഴത്തെ ലെവൽസ് ഒരു ചെറിയൊരു സിംഗിൾ ലൈൻ ഉണ്ട്, 22,832. താഴോട്ട് CPR ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 22,832 വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് 22,073, 22,752. ഇത് ഇന്നലത്തെ വെർജിൻ CPRനുള്ളിൽ വരുന്ന ഒരു സോൺ കൂടിയാണ്. നമുക്ക് സെൻസെക്സിന്റെ ലെവൽസ് നോക്കാം. സെൻസെക്സിലും നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ CPR നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി ഞാൻ CPRൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചാണ്. പക്ഷേ അതിന്റെ തൊട്ട് മുകളിൽ നിന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സ് പോയി. സെൻസെക്സിലും നിഫ്റ്റിയിലും നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് നിന്ന് തന്നെ റിജക്ഷൻ വന്നിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു റിജക്ഷന് സാധ്യതയുള്ള ഒരു ഏരിയ ആണെന്ന്. ഇന്ന് വൈഡ് CPR ആണ്. 75,389 തൊട്ട് 75,428 വരെയാണ് CPR വരുന്നത്. നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഏരിയക്കുള്ളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെന്നോ അല്ലെങ്കിൽ ഇവിടെന്നോ എവിടെന്നെങ്കിലും റിവേഴ്സ് കിട്ടി ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം ഏതെങ്കിലും സൈഡിലോട്ട് ട്രേഡ് ചെയ്യുക. ഇതിനുള്ളിലാണ് ഒരു ഓപ്പണിംഗ് കിട്ടുന്നതെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് കിട്ടാണ്ട് ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. എങ്ങോട്ടെങ്കിലും ഒരു കൺഫർമേഷൻ, ഒന്നെങ്കിൽ താഴോട്ട് CPR, മുകളിലോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് 75, 612, 75, 683 ബ്രേക്ക്ഔട്ട് കിട്ടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രം മുകളിലോട്ട് എൻട്രി നോക്കാം. ടാർഗറ്റ് 75,934, 75,977. താഴോട്ട് CPR താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 75,247, 75,26 നോക്കാം. അല്ല, താഴെ വരികയാണെന്നുണ്ടെങ്കിൽ 74,944, 74,875. ഇന്നലത്തെ CPRന്റെ തൊട്ട് താഴെ വരുന്ന ലെവൽസ് ആണ് ഈ രണ്ട് ലെവലും. ഓക്കെ, ഒരെണ്ണം തൊട്ട് മുകളിലും ഒരെണ്ണം തൊട്ട് താഴെയാണ് വരുന്നത്. വൈഡ് CPR ആയതുകൊണ്ട് തന്നെ നിഫ്റ്റിയിലും സെൻസെക്സിലും രണ്ടിടത്തും നമുക്ക് ഇന്നലത്തെ വെർജിൻ CPRൽ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്, താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. കൃത്യമായിട്ട് ലെവൽസ് നോക്കി ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.